ഈ രണ്ട് ആനിമേഷൻസ് നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഈ ആനിമേഷൻ തന്നെ ഇത്രയും സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്? വെൽക്കം ടു ഡേ 4 ഓഫ് ക്യാപ്കട്ട് സീരീസ്. സോ ഈ സ്മൂത്ത് മോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കർവുകൾ. സോ നമ്മളിപ്പോഴാണെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ആനിമേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ക്ലിപ്പ് ഞെക്കുക എന്നിട്ട് Alt+K ഞെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് പോലെ കാണുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണുന്നതായിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ലൈനിലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ഗ്രാഫ് ഞെക്കുക. ഇതിൽ നമുക്ക് കുറേ പ്രീസെറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ക്യൂബിക് ഈസ് എന്ന് പറഞ്ഞായിരിക്കും. സോ അത് തന്നെ നമ്മൾ വൈ കോർഡിനേറ്റിലും ചെയ്യുക. ആ ഒരു ലൈനിൽ ഞെക്കുക അത് കഴിഞ്ഞിട്ട് ക്യൂബിക് ഈസ് ഞെക്കുക. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ആനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്തറായിട്ടുണ്ടായിരിക്കും. സോ ക്യാപ്കട്ടിൽ നമുക്ക് കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഗ്രാഫ്സുകളും മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വേറെ വേറെ കുറേ നല്ല ആനിമേഷൻസ് ഉണ്ടാക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ബൈ. ഈ രണ്ട് ആനിമേഷൻസ് നോക്കിക്കേ, എന്തുകൊണ്ടാണ് ഈ ആനിമേഷൻ തന്നെ ഇത്രയും സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്? വെൽക്കം ടു ഡേ 4 ഓഫ് ക്യാപ്കട്ട് സീരീസ്. സോ ഈ സ്മൂത്ത് മോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കർവുകൾ. സോ നമ്മളിപ്പോഴാണെങ്കിൽ ഒരു സിമ്പിളായിട്ടൊരു ആനിമേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ പോവുകയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ ക്ലിപ്പ് ഞെക്കുക എന്നിട്ട് Alt+K ഞെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഗ്രാഫ് പോലെ കാണുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കാണുന്നതായിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആ ലൈനിലൊന്ന് ടച്ച് ചെയ്തിട്ട് ആ ഗ്രാഫ് ഞെക്കുക. ഇതിൽ നമുക്ക് കുറേ പ്രീസെറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ക്യൂബിക് ഈസ് എന്ന് പറഞ്ഞായിരിക്കും. സോ അത് തന്നെ നമ്മൾ വൈ കോർഡിനേറ്റിലും ചെയ്യുക. ആ ഒരു ലൈനിൽ ഞെക്കുക അത് കഴിഞ്ഞിട്ട് ക്യൂബിക് ഈസ് ഞെക്കുക. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ആനിമേഷൻ കുറച്ചും കൂടെ സ്മൂത്തറായിട്ടുണ്ടായിരിക്കും. സോ ക്യാപ്കട്ടിൽ നമുക്ക് കുറേ പ്രീസെറ്റ്സ് ഉണ്ട്. അപ്പം നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഈ ഗ്രാഫ്സുകളും മാറ്റി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വേറെ വേറെ കുറേ നല്ല ആനിമേഷൻസ് ഉണ്ടാക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. ബൈ.